قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ദീർഘമാണ്. ഈ ആയത്തിൽ പല വാക്കുകളിലും ദീർഘിപ്പിക്കേണ്ടതുണ്ട്. യാ ആദമു, അവിടെ അൽമദ്ദുൽ മുൻഫസിലാണ്, 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. അതേപോലെ ബി അസ്മാഇഹിം 2 പ്രാവശ്യം ഈ ആയത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് മദ് മുത്തസിലാണ്, 4-5 ഖദ്ർ നിർബന്ധമായും നീട്ടേണ്ടതാണ്. അതേപോലെ ഫലം, അവിടെയും 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്, മദ് മുൻഫസിലാണ്. അതേപോലെ ഇന്നി അഅലമു, അവിടെയും അൽ മദ്ദുൽ മുൻഫസിലാണ്, 4-5 ഖദ്ർ നീട്ടേണ്ടതാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഗുന്നയാണ്, മണിക്കേണ്ട സ്ഥലങ്ങളാണ്. ഒന്നാമതായി അംബിഹും, അവിടെ ഇഖ്ലാബാണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. ബാ ഇഖ്ലാബിന്റെ അല്ലെങ്കിൽ ഖൽബിന്റെ അക്ഷരമാണ്. അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഉച്ചരിക്കുമ്പോൾ 2 ചുണ്ടുകളും പൂർണ്ണമായും അടച്ച് മൃദുലമായി ഉച്ചരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അംബിഹും ബി അസ്മാഇഹിം, ഈ 2 വാക്കുകൾ കൂട്ടി വായിക്കുമ്പോൾ അവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുന്നുണ്ട്. ഇഖ്ഫാ ശഫവിയാണ് നിയമം. അംബഅഹും ബി അസ്മാഇഹിം, വീണ്ടും ഈ സ്ഥലത്ത് ഇഖ്ലാബും ഇഖ്ഫാഉ ശഫവിയും ഒരുമിക്കുന്ന ഒരു ഉദാഹരണമാണ്. അവിടെയും ഇഖ്ലാബും ഇഖ്ഫാഉം ശരിയാം വണ്ണം ഉച്ചരിക്കേണ്ടതാണ്. അംബഅഹും ബി അസ്മാഇഹിം. ഇന്നി, അവിടെ നൂനിന്റെ മേലെ ശദ്ദുണ്ട്, 2 ഖദ്ർ മണിക്കേണ്ടതാണ്. വമാ കുൻതും തക്തുമൂൻ, അവിടെയും ഇഖ്ഫാ ഹഖീഖിയാണ് നിയമം. സുക്കൂണിന് നൂന് ശേഷം താ വന്നു. താ ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കടക്കുകയാണ്. ഖാല യാ ആദമു അംബിഉം ബി അസ്മാഇഹിം ഫലമ്മാ അംബഅഹും ബി അസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർളി വ അഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ, ഖാല, അവൻ പറഞ്ഞു, യാ ആദമു, ആദമേ, അംബിഹും, അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക, ബി അസ്മാഇഹിം, അവരുടെ പേരുകളെ പറ്റി, ഫലമ്മാ അംബഅഹും, അങ്ങനെ അദ്ദേഹം അവരോട് വിവരം പറഞ്ഞപ്പോൾ, ബി അസ്മാഇഹിം,
അവരുടെ പേരുകളെ പറ്റി ഖാല അവൻ പറഞ്ഞു അലം അഖുൽ ഞാൻ പറഞ്ഞില്ലേ ലക്കും നിങ്ങളോട് ഇന്നി അഅലമു നിശ്ചയമായും ഞാൻ അറിയുമെന്ന് ഗൈബ അദൃശ്യം അസ്സമാവാതി ആകാശങ്ങളിലെ വൽ അർളി ഭൂമിയിലെയും വ അഅലമു ഞാൻ അറിയുകയും ചെയ്യും മാ തുബ്ദൂന നിങ്ങൾ വെളിവാക്കുന്നത് വമാ കുന്തും നിങ്ങൾ ആയിരുന്നതും തക്തുമൂൻ നിങ്ങൾ ഒളിച്ചു വെക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം അനന്തരം അവൻ, അതായത് അള്ളാഹു പറഞ്ഞു, ആദമേ അവർക്ക് ഇവരുടെ പേരുകളെ പറ്റി പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ അവർക്ക് ആ പേരുകളെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 33-ാമത്തെ ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും അതിന്റെ അർത്ഥവും. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾക്ക് കഴിയാതിരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തെയാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമക്ക് ഓരോ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിക്കുകയും എന്നിട്ട് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ പേരുകൾ എന്തൊക്കെയാണ് എന്ന് മലക്കുകളോട് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പക്ഷെ ആ മലക്കുകൾക്ക് അതിന്റെ പേരുകൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത്, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അവർ ആ മലക്കുകൾ പറഞ്ഞു, നീ എത്രയോ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, പിന്നീട് അള്ളാഹു ആദം നബി അലൈഹിസ്സലാമയോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ഖുർആൻ ഈ 33-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ഖാല യാ ആദമു അംബിഉം ബിഅസ്മാഇഹിം. അവൻ അള്ളാഹു പറഞ്ഞു, ആദമേ അവർക്ക് ഇവരുടെ പേരുകളെ പറ്റി പറഞ്ഞു കൊടുക്കൂ എന്ന്. ഈ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമക്ക് പഠിപ്പിച്ച പേരുകൾ അത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ മുമ്പ് കഴിഞ്ഞുപോയ ക്ലാസ്സുകളിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്ന് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് പഠിച്ച ആ പേരുകൾ അത് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടപ്പോൾ അത് വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം അവിടെ പറയുകയാണ്. ഓരോ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഓരോ വസ്തുക്കളുടെയും പേരുകൾ അത് ഇന്ന വസ്തുവാണ് എന്ന് മനുഷ്യന് തിരിച്ചറിയുവാൻ കഴിയുന്ന രൂപത്തിൽ അതിലടങ്ങിയ ആശയങ്ങൾ അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറാൻ സാധിക്കുന്ന രൂപത്തിൽ മനുഷ്യന് പുരോഗതിയുടെ മേഖലയിൽ കാലെടുത്തു വെക്കുവാൻ വേണ്ടി കഴിയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു അനുഗ്രഹമായിരുന്നു സഹോദരങ്ങളെ അത്. മനുഷ്യനല്ലാത്ത ഈ ഭൂമിയിൽ കഴിയുന്ന മറ്റു നിരവധി ജീവികളുണ്ട്. കണ്ണും കാതും മൂക്കും നാക്കും ഒക്കെ ഉപയോഗിക്കുന്ന എത്രയോ ജീവികൾ. എന്തിനേറെ സഹോദരങ്ങളെ, മനുഷ്യരെക്കാൾ കാഴ്ചയുള്ള ജീവികൾ ഈ ഭൂമി ലോകത്തുണ്ട്. മനുഷ്യരെക്കാൾ കേൾവി ശക്തിയുള്ള മൂക്കും നാക്കുമൊക്കെ കൂടുതൽ മികച്ച രൂപത്തിൽ ഉപയോഗിക്കുന്ന ജീവികളുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഇവക്ക് ലഭിച്ചിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവികളിലെ അടുത്ത തലമുറക്ക് കൈമാറിക്കൊണ്ട് ഈ ഭൂമിയെ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഈ ജീവികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു പുരോഗതി കൈവന്ന ജീവികളാണ് ഇന്ന ജന്തുക്കൾ എന്ന് പറയുവാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല സഹോദരങ്ങളെ. അവന് തന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് അത് സ്വയം ഉപയോഗപ്പെടുത്തുകയും അത് അടുത്ത തലമുറക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുമ്പ് കാണാത്ത പുരോഗമനങ്ങൾ പിൽക്കാലത്ത് കണ്ടുവരുവാനുള്ള ആ ഒരു സൗഭാഗ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത്. ഈ സൗഭാഗ്യങ്ങളുടെ ഒന്നാമത്തെ കാൽവെപ്പായിരുന്നു സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്ത പേരുകളും അതു സംബന്ധമായി അദ്ദേഹം നേടിയെടുത്ത അറിവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് പഠിച്ച ആ പേരുകൾ അത് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നീട് അള്ളാഹു മലക്കുകളോട് എന്താണ് പറയുന്നത്? ഫലമ്മ അംബഅഉം ബിഅസ്മാഇഹിം. അങ്ങനെ അവൻ അവർക്ക് ആ പേരുകളെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. അവൻ അള്ളാഹു പറയുകയാണ്, ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇവിടെ അള്ളാഹു വീണ്ടും
മലക്കുകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഭൂമിയിൽ ഒരു ഖലീഫയെ അള്ളാഹു ഏർപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ അവിടെ നീ ഏർപ്പെടുത്തുന്നത് എന്ന ചോദിച്ച മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവിടെ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയാണ്. ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ് മലക്കുകൾക്ക്, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന്. ഏതുപോലെ സഹോദരങ്ങളെ, മുഫസ്സിറുകൾ ഇവിടെ ഈ ആയത്തിൽ പഠിപ്പിക്കുകയാണ്, ആകാശഭൂമികളും അവയിലുള്ളതും അവയിലുള്ള സർവ്വ വസ്തുക്കളും അതെല്ലാം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സർവശക്തനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവജ്ഞനാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ വസ്തുക്കളെ കുറിച്ചും അതിൽ സംഭവിക്കുന്ന ഓരോ ചലനങ്ങളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ഒരു കാര്യം അത് രഹസ്യമാണോ അതല്ല പരസ്യമാണോ, ഒരു സംഗതി അത് ഉറക്കെ പറയുന്നതാണോ അതല്ല അത് പതുക്കെ പറയുന്നതാണോ, ഈ വക വ്യത്യാസങ്ങളൊന്നും സഹോദരങ്ങളെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇൻ തജ്ഹറു ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ. നീ വാക്ക് ഉച്ചത്തിലാക്കുകയാണ് എങ്കിലും തീർച്ചയായും അവൻ അള്ളാഹു അവൻ രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയുന്നു എന്ന് നീ മനസ്സിലാക്കുക എന്ന് സൂറത്തു ത്വാഹയിലെ 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തഫ്സീർ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിക്കുകയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇബ്ലീസിനെ സൃഷ്ടിച്ചതിന് ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇതെല്ലാം വളരെ സൂക്ഷ്മമായി അറിയുന്ന, മുഴുവൻ അദൃശ്യ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 33-ാമത്തെ ആയത്തിന്റെ വിവരണമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിശദീകരണത്തിന്റെ ഒരു സംക്ഷിപ്തം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.